എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ മേടക്കൂറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം 2024 മെയ് മാസം 1-ാം തീയതി ഇടവക്കൂറിലേക്ക് മാറാൻ പോവുകയാണ്. 2025 മെയ് 14-ാം തീയതി വരെയുള്ള ഇടവക്കൂറിലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം മൂലം മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകൾ ജനിച്ചവർക്ക് ലഭിക്കാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ജാതകരീതി നടക്കുന്ന ദശാപഹാര ഫലങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശരി, എന്നാൽ നമുക്കിനി വ്യാഴമാൻ്റെ ഫലങ്ങളിലേക്ക് കടക്കാം. കാർത്തികയുടെ അവസാനത്തെ 3 പാദങ്ങളും രോഹിണിയും മകരം നാളിൻ്റെ ആദ്യത്തെ 2 പാദങ്ങളും അടങ്ങിയിട്ടുള്ള ഇടവക്കൂർ ജനിച്ചവരുടെ വ്യാഴമാറ്റ ഫലങ്ങളെ നോക്കാം. ഇപ്പോൾ ചിലവുകളെ സൂചിപ്പിക്കുന്ന 12-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം 2024 മെയ് 1-ാം തീയതി ജന്മരാശിയിലേക്ക് മാറുമ്പോൾ ദോഷഫലങ്ങൾ ഉണ്ടാകുമെന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഈ സമയത്ത് ഉത്തരവാദിത്തങ്ങളും ജോലിഭാരവും അല്പം വർദ്ധിക്കുന്നതാണ്. പക്ഷേ വ്യാഴദൃഷ്ടി മൂലം ചില നേട്ടങ്ങളും ഈ കാലയളവിൽ ലഭിക്കുന്നതുമാണ്. മാത്രമല്ല, ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരുന്ന ചിലവുകളും ഇനി മുതൽ കുറയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അന്യ സംസ്ഥാനത്തോ വിദേശത്തോ പോയി ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിക്കും. കലാകാരന്മാർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കുമെങ്കിലും മേലുദ്യോഗസ്ഥരുടെ പിന്തുണയും ലഭിക്കുന്നതാണ്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് പുതിയ തൊഴിൽ തുടങ്ങാതെ വിപണിയുടെ സങ്കീർണതകൾ മനസ്സിലാക്കിയതിനു ശേഷം സ്വന്തമായി തീരുമാനമെടുക്കേണ്ട സമയമാണിത്. കൂട്ടായി തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ കൂട്ടാളിയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വ്യാഴം 5-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ കുട്ടികളുടെ പിടിവാശി കുറയും. ഇടവക്കൂർ ജനിച്ച സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ജാതകത്തിൽ 5-ാം ഭാവത്തിൽ കേതുവിനെ പോലെയുള്ള പാപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നവർക്ക് കുട്ടികളുണ്ടാകാൻ താമസം വന്ന് കാണും. അങ്ങനെയുള്ളവർക്ക് ഈ വർഷം തടസ്സങ്ങൾ മാറി സന്താന ഭാഗ്യം ലഭിക്കുന്നതാണ്. വ്യാഴം 7-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ വിവാഹപ്രായമായവർക്ക് വിവാഹം നടക്കുകയും വിവാഹം കഴിഞ്ഞ ദമ്പതിമാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നീങ്ങി ഐക്യമുണ്ടാവുകയും ചെയ്യുന്നതാണ്. വ്യാഴം 9-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ ചെറിയ രീതിയിൽ കടങ്ങളുള്ളവർക്ക് അതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. സ്വത്തുസംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. യാത്രകൾ ഗുണം ചെയ്യും. രാഷ്ട്രീയക്കാർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. ആത്മീയതയിൽ കൂടുതൽ താല്പര്യമുണ്ടാകും. 2024 മെയ് 1 മുതൽ ജൂൺ 13-ാം തീയതി വരെ ഇടവക്കൂറിലുള്ള സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തികയിലൂടെ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ വീട് വാഹന യോഗമുണ്ടാകും. സർക്കാർ ജോലിയോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളോ ലഭിക്കും. അതേസമയം പനി, തലവേദന പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാനും സാധ്യതയുള്ള സമയമാണിത്. വരാൻ പോകുന്ന 1 വർഷക്കാലത്തിനുള്ളിൽ 2 പ്രാവശ്യം രോഹിണിയിലൂടെ വ്യാഴം സഞ്ചരിക്കുന്നുണ്ട്. അതിൽ ജൂൺ 13 മുതൽ ഓഗസ്റ്റ് 20 വരെ നേർഗതിയിലും പിന്നീട് നവംബർ അവസാനം മുതൽ 2025 ഏപ്രിൽ വരെ വക്രഗതിയിലുമാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ഈ സമയത്ത് സഹോദരങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങളുണ്ടാകും. പ്രധാനപ്പെട്ട ചുമതലകൾക്കായി തിരഞ്ഞെടുക്കപ്പെടും. 2024 ഓഗസ്റ്റ് 20 മുതൽ നവംബർ 28 വരെ ചൊവ്വയുടെ നക്ഷത്രമായ മകരത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന വ്യാഴമാറ്റം ഇടവക്കൂറുകാർക്ക് ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള കഴിവ് നൽകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടവക്കൂർ ജനിച്ചവരുടെ വ്യാഴമാറ്റ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ മിഥുനക്കൂർ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.